യുക്രൈന് വീണ്ടും സഹായ വാഗ്ദാനവുമായി അമേരിക്ക. $2.2 ബില്യൺ ആയുധ വാഗ്ദാനമാണ് അമേരിക്ക പ്രഖ്യാപിച്ചത്. ദീർഘദൂര മിസൈലുകളും ഗ്രൗണ്ട് ലോഞ്ച് സ്മോൾ ഡയമീറ്റർ ബോംബുകളും പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്നും പെന്റഗൺ അറിയിച്ചു. വാഗ്ദാനം യുക്രൈൻ സ്വാഗതം ചെയ്തു. റഷ്യയുടെ അധീന പ്രദേശങ്ങളായ ഡോൺബാസ്, സർപോജിയ, കേഴ്സൺ മേഖലകളിൽ ഉക്രൈൻ സേനയ്ക്ക് കരുത്തു പകരുന്ന പ്രഖ്യാപനങ്ങളാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ദീർഘദൂര മിസൈലുകളും ഗ്രൗണ്ട് ലോഞ്ച്ഡ് സ്മോൾ ഡയമീറ്റർ ബോംബുകളും റഷ്യൻ സൈന്യത്തെ മറികടക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ആയുധ സഹായങ്ങൾ നൽകി ഉക്രൈന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ ശക്തമാക്കുക, റഷ്യൻ അധിനിവേശ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ സൈന്യത്തെ പ്രാപ്തരാക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്ന് പെന്റഗൺ വക്താവ് അറിയിച്ചു. അമേരിക്കയുടെ വാഗ്ദാനം സ്വാഗതം ചെയ്ത് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി രംഗത്തെത്തി. അമേരിക്കയോട് നന്ദി അറിയിച്ച സെലൻസ്കി ആയുധ വാഗ്ദാനം രാജ്യത്തിന്റെ സൈന്യത്തെ ബലപ്പെടുത്തുമെന്നും അമേരിക്കയോടൊപ്പം റഷ്യയുടെ അധിനിവേശ പ്രവർത്തനങ്ങളെ ചേർത്തു നിൽക്കുമെന്നും പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ.